ഗൈസ്, നമ്മുടെ ആറാറിലാണെങ്കിൽ ഇപ്പോൾ ഓണപ്പരിപാടിയാണ്, അതും മെഗാ പരിപാടി. ഒരു മെഡിക്കൽ കോളേജിൽ ഓണപ്പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മൾ അമ്മാതിരി സ്കീമിലൊക്കെ ഇറങ്ങണല്ലോ. അതുകൊണ്ട് നമ്മൾ കടന്നും തിരിഞ്ഞും നിന്നും ഒക്കെയാണ് തേക്കണം. പണ്ടേ നമ്മൾ ഇതിനൊക്കെ മെഡിക്കൽ നമുക്ക് സ്കീമില്ല, അതുകൊണ്ട് നമ്മൾ നിന്നും നിർത്തിയിട്ടൊക്കെയാണ് തേക്കണം. എന്റെ പൊന്നെ, എന്ത് കഷ്ടപ്പാടാണെന്നറിയാവോ. ഒരു വിധത്തിൽ നമ്മൾ തേപ്പൊട്ടിച്ച് തേക്കണം, അതേ നമ്മൾ സ്ട്രെയിറ്റർ എടുത്ത് തേക്കണം. ഈ പ്ലീറ്റ് ഒക്കെ അതേപോലെ വരുന്നിടയ്ക്കാണ് കോളേജിൽ നിന്നുള്ള വിളി. ഒരാവശ്യമില്ലെന്നേ, അല്ലെങ്കിലും ക്യാമ്പസിൽ പോയാൽ ഇമാതിരിയാണ് അവസ്ഥ. അപ്പൊ പിന്നെ ഈ ഓണപ്പരിപാടി ഇടയ്ക്ക് ആരവിടെ വരാനാ? പക്ഷേ നമ്മുടെ കോളേജിൽ പൂജയുണ്ട്, അതിന് വേണ്ടിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വല്ലാത്ത സ്കീം. അങ്ങനെ കുറച്ച് സമയം ഗണപതിനെയൊക്കെ വെക്കുന്നൊക്കെ കണ്ട് പൂജയൊക്കെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പെമ്പിള്ളാരാണെങ്കിൽ ഫുള്ള് സ്കീമിൽ മെഹന്തി ഇടുന്നു. അല്ലെങ്കിൽ ഓണപ്പരിപാടിയുടെ തലേദിവസം നമ്മളെ കോളേജിലോട്ട് വിളിപ്പിച്ച നമ്മുടെ അവസ്ഥ ഇതായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് സമയം ചെന്ന് പൂക്കളിടുന്ന പെമ്പിള്ളാരൊക്കെ ഒന്ന് വായി നോക്കി നിന്ന് കുറച്ച് സമയം അവിടെ തിരിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് ബാക്കി റെഡിയാക്കാനുണ്ടല്ലോ. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലെത്തി റെഡിയാക്കാനുള്ള പരിപാടികളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നാളെ ഓണപ്പരിപാടിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പ് കുറച്ച് ഫുഡ് ഡേ മമ്മിജീനെ വിളിച്ച് സൊല്ലായി. അപ്പൊ സെറ്റ്.